ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മടി പിടിച്ച ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു രാത്രിയിൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം തുറന്നു നിൽക്കും, പിന്നെ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കും. ആ കാരണം നല്ല സുഖമാണ് കിടന്നു ഉറങ്ങാനൊക്കെ ആയിട്ട്. ചൂടിൽ നിന്നൊരു ശമനമൊക്കെ കിട്ടിയല്ലോ. വല്ലാത്ത ചൂടിൽ നിന്ന് ഇനി നല്ല മഴയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മളുടെ പണികളൊക്കെ ആരംഭിച്ചു, ചായ വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മാങ്ങയൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ പൊട്ടിക്കാനും ഇനി അതൊന്നുമില്ല. കുറച്ച് മാങ്ങ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒട്ടുമാവ് എന്തൊക്കെ പറയുമല്ലോ, അങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് ആ മാങ്ങ കുറച്ച് നിൽക്കുന്നു. ഞാൻ അത് പൊട്ടിച്ചിട്ട് പഴുക്കാനായിട്ട് വെക്കണം. അപ്പം അത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേപ്പിലയും പച്ചമുളകൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. പിന്നെ എണീറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ പല്ല് തേക്കുക, പിന്നെ ഈ പണികൾക്ക് കിടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കലുള്ളൂ കേട്ടോ. അപ്പം അത് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാലോ. എന്തെങ്കിലും വെജ് കഴിക്കാന്ന് വെച്ചാൽ കുറേ ദിവസമായി മട്ടൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മട്ടനായിട്ട് കഴിക്കുന്നുള്ളെങ്കിലും നമ്മൾ ദിവസവും മട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നും. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കേടായി പോവോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എന്നും ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചത്, പൊട്ടിക്കുന്നത് കണ്ടില്ല ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട്. അങ്ങനെ ആ വലിയ ഇലക്കൽ ആ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ വേപ്പിൻ്റെ ഇലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരിക. അങ്ങനെ പച്ചമുളകും കഷ്ണങ്ങളൊക്കെ സാമ്പാറിൻ്റെ കഷ്ണം കുറച്ച് മേടിച്ചു കൊണ്ടുവന്നതാണ്. അതിൽ കുറച്ചെടുത്തിട്ട് വെള്ളത്തോടുള്ള അവിയലാകുമ്പോൾ ഒരുപാട് കുറേ കഷ്ണങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, പിന്നെ കൊത്തമര, പയറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ മുരിങ്ങക്കായുടെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, ജീരകം ഇതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും മസ്റ്റാണ്, അത് ചേർക്കാനായിട്ട് മറക്കരുത്. ആദ്യം വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് വെക്കണം. പിന്നെ കുറച്ചധികം നമ്മൾ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ ഒരു 2-3 വിസിലിടുമ്പോൾ അത്യാവശ്യം എല്ലാം വെന്ത് ഒരു പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കണ്ടോ, കുക്കറൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു 2-3 വിസിലാകുമ്പോഴേക്കും നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാമല്ലോ. നാളികേരം അരയ്ക്കാനുണ്ട്. നാളികേരത്തിലാണെന്ന് വെച്ചാൽ കുറച്ച് ജീരകം, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇത് കൂട്ടി ഒന്നിച്ചാണ് അടക്കി കണ്ടോ. ഇങ്ങനെ വേവാനേ പാടുള്ളൂ. അധികം വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ പുളിവെള്ളത്തിലാണ് ഇട്ടത്. ചില മേടിക്കുന്ന തൈരിന് അധികം പുളിയില്ല. അപ്പോൾ പുളിയില്ലാത്ത തൈര് നമ്മൾ വേണ്ട തൈര് ചേർത്തുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ ശരിക്കും ഒരു മോരുകൂട്ടാൻ പോലെയാവും അത്. അപ്പോൾ ആ കാരണം തൈര് ചേർക്കുന്ന ഒരു പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു. പുളിവെള്ളം ഒഴിച്ചിട്ടുള്ള വേവിക്കലാക്കി കേട്ടോ. അപ്പോൾ ഇനി പുളിവെള്ളം ഇങ്ങനെ അടപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നാളികേരം ചതച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ചേർക്കാൻ പോണത്. അപ്പം അത് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കൽ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലേ, എനിക്ക് കിച്ചണിൽ ആയിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. നാളികേരം ചെരുകിത്തരും, അങ്ങനെയൊക്കെ തന്നെ. കഷ്ണം അത് ചെയ്യാൻ ഞാൻ പറയാറില്ല, അത് എപ്പോഴും പറയാറില്ല. പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ചെയ്തു തരാറുണ്ട്, എപ്പോഴും ചെയ്യാറൊന്നുമില്ല. എന്നുവെച്ചാൽ ആളൊരു പണിക്ക് പോയിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുക. പിന്നെ വയ്യായികകളൊന്നുമില്ലല്ലോ. വയ്യായിക ഉണ്ടെങ്കിൽ ഓക്കെ ഡണ്ണാണ്, അത് പണികളെല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇത് അവിയലൊന്നും വയ്ക്കുന്നില്ല. നമ്മൾ വല്ല പരിപ്പ് കുത്തിക്കാച്ചി, പയർ കുത്തിക്കാച്ചി അതൊക്കെ നമുക്ക് ചെയ്തു തരും. അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരാൾ ഒരു പണിയെടുക്കുമ്പോഴേക്കും, ഒരു പാത്രം കഴുകുമ്പോഴേക്കോ ചെയ്യിപ്പിക്കുക, അങ്ങനെയില്ല. ആവശ്യഘട്ടങ്ങളിൽ, അതായത് നമുക്ക് വയ്യായികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആൾ നമുക്കത് ചെയ്തു തരാറുണ്ട്. നാളികേരം ചെരുകിപ്പിക്കാറുണ്ട്. ഞാൻ ഗ്രൈൻഡറിൽ ചെരുകി വെക്കുക എന്ന് പറയും, പറ്റില്ല. അപ്പോൾ ഏട്ടൻ പറയും വേണ്ട ഞാൻ തന്നെ ചെരുകി തരാം. ഒരുപാട് ചെരുകി വെച്ചാൽ ചിലപ്പോൾ അത് കേടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആൾ തന്നെയാണ് നമുക്ക് നാളികേരം 2 ദിവസത്തേക്കോ 1 ദിവസത്തേക്കൊക്കെ ഉള്ള നാളികേരം നമ്മൾ 1-2 വെച്ചിട്ട് നാളികേരം ചെറിയ വയ്ക്കുന്നത്. ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിയലേക്ക്. എന്നിട്ട് അത് ഇറക്കി വെച്ച് അങ്ങനെ മൂടി വെക്കും. അത് എത്ര നേരം ഇരിക്കുന്നു അത്ര നേരം അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ പയർ കുത്തികാച്ചാണ് ഉണ്ടായത് കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ പയർ കുത്തികാച്ചിൽ വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഞാൻ പയർ കുത്തികാച്ചി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. വായിലിങ്ങനെ വെള്ളമര കറിയൊക്കെ കാണുമ്പോൾ പിന്നെ ചേട്ടൻ ഓഫീസിൽ പോയതിന് ശേഷം ഇതാണ് എൻ്റെ പരിപാടി. നന്നായിട്ട് വീട് മൊത്തം അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളതാണ്. ഡീപ്പ് ക്ലീനിങ് ആണ് എൻ്റെ ക്ലീനിങ്. ഞാൻ തന്നെയാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. ഇപ്പോൾ പറയാറുണ്ട് രമണി വരാറുണ്ട്, പക്ഷേ വല്ലപ്പോഴേക്കേ വിളിക്കാറുള്ളൂ. ഞാൻ തന്നെ ചെയ്യണത്. ഇപ്പോൾ വേറെ അസ്കിതകളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണത്. ചില ദിവസം മടി പിടിക്കുമ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെയിൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരും കൂടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു വൃത്തി മാത്രമാണ് വീടിനകത്തുള്ളത്. പിന്നെ ഏട്ടന് കിട്ടിയ ട്രോഫികളാണ്. അത് കുറേ ചെറുപ്പം തൊട്ട് കളിക്കുന്ന ക്രിക്കറ്റ് കളിയുടെയൊക്കെ അമ്മ അവിടെ ഇങ്ങനെ ഇവർ അടുപ്പൊക്കെ വെച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ ആവി എടുക്കുന്ന ആ ഭാഗത്ത് എവിടെയോ വെച്ചിട്ട് അത് നിറച്ച് പൊടി പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കുറേ ട്രോഫികൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രോഫികളാണ്. ഞാൻ അടക്കി പറക്കി തുടച്ച് ഇതുപോലെ നീറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു കടലാസ് കഷ്ണം പോലും എനിക്ക് പ്രസന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ആളാണ്, ആളുടെ ഹസ്ബൻഡ് ഇതുപോലെ ട്രോഫിയൊക്കെ മേടിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ക്രിക്കറ്റ് കളി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വഴക്കൊക്കെ പറയുമെങ്കിലും എനിക്കിതൊക്കെ വലിയ സന്തോഷമാണ്. ആള് അതിൽ ഉയർന്നു വരാൻ പറ്റാണ്ട് ആളൊരു ഭാഗ്യക്കുറവുകൊണ്ട് താഴ്ന്നു ഇല്ലാതെയായി പോയതാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ കളിച്ച ആളുടേതായ ഏജ് ഓവറിലുള്ളവരൊപ്പം കളിച്ച് ടൂർണമെന്റിനൊക്കെ പോവാറുണ്ട് കേട്ടോ. ആള് കളിക്കാനൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയി വലിയൊരു നിലയിലേക്ക് എത്തി വരേണ്ട ഒരാളായിരുന്നു. അതെല്ലാവരും എപ്പോഴും ആളെ ഒപ്പം പഠിച്ചവരും ടീച്ചേഴ്സും എല്ലാവരും പറയുന്നതാണ്. എന്തോ ഒരു ഭാഗ്യക്കേടിന് ഒന്നുമല്ലാതെയായി പോയി. അല്ലെങ്കിൽ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് പ്ലെയർ, എല്ലാവരും നല്ല പ്ലെയർ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അത്രയും നല്ല ആളാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ എനിക്ക് ഇതുപോലെ 24 hours ക്രിക്കറ്റ് കളിയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വഴക്കൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ മാറാലും തട്ടിലെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വാരലൊക്കെ തുടങ്ങി. അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഇത് മൊസൈക്ക് ആയതുകൊണ്ടും കൂടി അഴുക്ക് എപ്പോഴും നന്നായിട്ടുണ്ടാവും. പിന്നെ പെയിൻറ്റിങ്ങും നടന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയാണ്. അതൊക്കെ ഒരു കഥയുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് ഒറ്റ മകനാണ്. പിന്നെ സിസ്റ്റർ ലോസ് ആണ് ഉള്ളത്. അപ്പോൾ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെതായ ഒരു കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂസിലാണ് ഞാൻ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെറർ ഒക്കെയാണ് എല്ലാവരും. അപ്പോൾ കഥകൾ പറയാൻ വെച്ചാൽ ഒത്തിരി ഉണ്ട്. നമ്മളെല്ലാവരും പറയുമ്പോൾ നമ്മൾ ടാറടിച്ച് കാണിക്കുമ്പോൾ കുറച്ച് അതെല്ലാ പേഴ്സണലി എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ. എന്നെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാത്തത്. അതുകൊണ്ടാണ് എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ. സന്തോഷകരമായ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഫാമിലി അങ്ങനെയൊന്നും ഞാൻ അധികം കാണിക്കാത്തത്. അങ്ങനെ അടിച്ചു വാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കടമ്പയാണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെല്ലാം കഴിയാറായി. അങ്ങനെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഓഫീസിൽ പോയി. ഞാൻ ഭക്ഷണം കഴിക്കേണ്ട നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സുഖത്തിലല്ലായിരുന്നു. കാരണം വിശന്നിട്ടേ രാവിലെ ഒരു ഗ്ലാസ് ജീരകവെള്ളം, ഒരു കപ്പോളം ജീരകവെള്ളം കുടിക്കും. അതിനുശേഷം എന്താ പറയുക, അതിനുശേഷമാണ് ഞാൻ ചായ കുടിക്കുക. ഒരു ഗ്ലാസ് ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ പോയിട്ടാണ് ഫുഡ് കഴിക്കുക. ചിലപ്പോൾ ഏട്ടൻ പോണേക്കാൾ മുമ്പ് കഴിക്കും. അപ്പം ഞാൻ പക്ഷേ ഏട്ടൻ പോയതിന് ശേഷം ഇന്ന് ഫുഡ് കഴിച്ചത്. അപ്പം എനിക്ക് വിശന്നിട്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഒരു 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഉഷ്ണിക്കാൻ തുടങ്ങും. അപ്പോൾ വേഗം കുളിക്കണം. അപ്പോൾ അതിന് മുൻപ് ഒരു ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളെടുത്ത് നടന്ന് അങ്ങനെ ഇതിലങ്ങനെ പോയി കുളിക്കും. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഉടുപ്പുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ആ ഒരു വീഡിയോസൊക്കെ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇന്ന് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ ആ ഒരു പുതിയ ഉടുപ്പുകളൊക്കെ ആയിട്ടുള്ളത് കാണിക്കാം. എനിക്കതൊരു വലിയ സന്തോഷമാണ്. എപ്പോഴെത്താന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ സാധാരണ ഒരു വീട്ടിലടിക്കൽ, തുടയ്ക്കൽ, പാത്രം കഴുകൽ, തുണികൾ കഴുകൽ, അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ തുണികൾ കഴുകുന്ന ദിവസമായിരുന്നു. ഇനിയിപ്പോൾ കർട്ടനും കാര്യങ്ങളൊക്കെ കഴുകാമെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ ശ്രാദ്ധവും അച്ഛൻ്റെ ശ്രാദ്ധമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് മുൻപ് വീടൊക്കെ ഒന്ന് കർട്ടനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴുകിയിടുന്നുണ്ട്. ഇന്നലെ പുതപ്പൊക്കെ കഴുകി അതെല്ലാം ഉണങ്ങി കിട്ടി. ഇന്നലെ വെയിലുണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പണികളിലേക്ക് ഞാൻ പോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഊണ് കഴിക്കുമ്പോൾ നല്ല അവിയലായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് വെള്ളത്തോടുള്ള അവിയൽ പ്രത്യേക ഇഷ്ടം കൂടിയാണ്. അപ്പം എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.